അങ്ങനെ എന്താ പറയാ അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. പകുതി എത്തിയിട്ടാണിത്. ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? അവിടെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് പ്രഗ്നൻസി വാട്ട് 18 ഡേ കാട്ടിത്തരാന്ന്. അപ്പോൾ ഇത് ഞാനിവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതേ രാവുണ്ണി ഇവിടെ ഉണ്ട്, പാലുണ്ണി ഇവിടെ, പൊന്നുണ്ണി ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പൊന്നു ആറ്റിറ്റ്യൂഡ്. ഇന്ന് അമ്മയുടെ ഒപ്പൊക്കെ എൻ്റെ ഒപ്പൊക്കെ വന്നിട്ട് വീഡിയോ ഒക്കെ ചെയ്തു കേട്ടോ പൊന്നു ബാബി. പിന്നെ അതേ അമ്മയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ കഴിക്കാൻ പോണത്? എന്താ അമ്മ? ചപ്പാത്തിയും അമ്മയുടെ സ്പെഷ്യൽ പൊട്ടാറ്റോ വെള്ളസ്റ്റു. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഏട്ടൻ പക്ഷെ അവിടെയുള്ള സമയത്ത് പറയും ചിക്കൻ അതിലിടാൻ പറയും അല്ലേ. എനിക്ക് പക്ഷെ വെള്ളസ്റ്റു മാത്രമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമാട്ടോ. നമുക്ക് അത് കഴിക്കാം. അപ്പം ഇത് ചപ്പാത്തി കഴിക്കാം കേട്ടോ. നല്ല വിശപ്പുണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കണം ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ്. ലിപ്സ്റ്റിക് അല്ലട്ടോ, ലിപ് ബാം ആണ്. ചുണ്ട് ഭയങ്കര ഡ്രൈ. എനിക്ക് എപ്പോഴും ലിപ്പ് ഇങ്ങനെ മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ലൈറ്റ് ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ് ബാം ഇട്ട് എനിക്ക് കാണുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഇങ്ങനെ പെയിലായിട്ടുള്ള കളേഴ്സൊക്കെ മീൻസ് അതായത് ഒട്ടും കളറില്ലാത്ത രാത്രി ആട്ടോ ഞാൻ ഇടാറ്. ഇനി നമുക്ക് കറിയൊക്കെ കൂട്ടി കഴിക്കാം കേട്ടോ. ഇതാട്ടോ ഞാൻ പറഞ്ഞ കറി. എനിക്കിത് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഇഷ്ടമാട്ടോ അമ്മ വയ്ക്കുന്നു. ഞാൻ ചില സമയത്ത് രാവിലെ എണീച്ചിട്ട് അമ്മോട് പറയും അമ്മ ഇന്ന് ഈ കറി വെച്ചെന്നാൽ മതി പറയട്ടോ. എനിക്കിഷ്ടമാണ്. അപ്പോൾ പിന്നെ അപ്പം കറിയാണ് അവള് വെച്ച സ്പെഷ്യൽ മീൻ കറി കേട്ടോ. ഞാനിത് ഇത് കൂട്ടിയിട്ട് കഴിക്കണേ. അപ്പോൾ എന്തോ സൂമ ഭയങ്കര കൂടിയായി പോയിട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാണ്. ഒരു ബൈറ്റ് ഞാൻ കഴിച്ചു. സത്യം പറയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അവിടെ പിള്ളേർ കുറുമ്പായിട്ട് അമ്മ ചീത്ത പറയാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇത് കഴിക്കാം. അപ്പോൾ ഒരാളുടെ വേഷം കിട്ട് കണ്ടില്ല ഇവിടെ ഇങ്ങനെയാട്ടോ. വേറൊരാളിത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാനും എൻ്റെ അനീത്തിയും കൂടിയിട്ട് പുറത്തു പോയിട്ട്. അനീത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ വൈഫാട്ടോ. ശരിക്കും ചേട്ടത്തിയമ്മ എന്നാണ് പറയുക, പക്ഷെ ആള് അനീത്തി കേട്ടോ. അപ്പോൾ അവളും തുത്തരാക്ഷിയും കൂടിയിട്ട് നമ്മൾ പുറത്തു പോവാട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടെ വെച്ച് കാണാം കേട്ടോ. അതേ അവർ രണ്ടുപേരും റെഡി ആയിട്ട് സുന്ദരി കുട്ടികളായിട്ട് സുന്ദരിക്കുട്ടിയായിട്ട് നമ്മുടെ സ്വർഗ്യം അവളും നിൽക്കേണ്ടത്. കുക്കുടൂനും ഉണ്ടല്ലോ. ബാക്കി രണ്ട് ചുള്ളന്മാരും ഉറങ്ങാം. പെട്ടെന്ന് ഉറങ്ങാം കേട്ടോ. അപ്പൊ അതേ കൊട പിടിച്ച തുത്തരാക്ഷൊക്കെ അതേ അമ്മ യാത്രയൊക്കെ പോട്ടോ. കാറ് നമ്മൾ അവിടെ പാർക്ക് ചെയ്ത് അങ്ങനെ കാറിലാട്ടോ നമ്മൾ കൊണ്ട് ബായ് തന്നെ ബായ് പോവാട്ടോ. അപ്പൊ ഞങ്ങള് തുത്തരാക്ഷ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോവാട്ടോ. തുത്തരൂ. അപ്പൊ ഞങ്ങള് ഇപ്പൊ എത്ര നാളായിട്ട് നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? 3 വർഷമായിട്ടോ. എൻ്റെ 3 വർഷമായി. എന്നിട്ട് ഞങ്ങൾ ഇത്രയും നാളായിട്ടും പുറത്തേക്കൊന്നും ഞങ്ങളപ്പോ 3 കൊല്ലായിട്ടോ ഇവള് കല്യാണം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇന്നേ വരെ ഞങ്ങൾക്ക് ഒരുമിച്ച് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ഇന്ന് നമുക്ക് സാഹചര്യം ഒന്നുമില്ല, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് കുട്ടി ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നില്ലെങ്കിൽ ഞാൻ ദുബായിലായിരിക്കും, അല്ലെങ്കിൽ അവള് മാലദ്വീപ്സിലായിരിക്കും. അങ്ങനെയാണ്. ഈ പ്രാവശ്യം ഞാൻ പ്രഗ്നന്റ് ആയിട്ട് വന്നപ്പോഴും അവൾക്ക് പിന്നെ ഇവിടെ വെക്കേഷനായിട്ട് അവളിങ്ങനെ വന്നപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഒരുമിച്ച് ബേബീസും എല്ലാവരും കൂടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ തുത്തരാക്ഷിയും കൂടിയിട്ട് എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് പോരാട്ടോ. അപ്പൊ അതേ തുത്തരാക്ഷിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമായിട്ടോ. അവളെ കൊണ്ട് അങ്ങനെ കുറുമ്പോ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ടവളുടെ ചേട്ടന്മാരെ കൊണ്ടാണ് വീട്ടില് ഭയങ്കര കുറുമ്പും കാര്യങ്ങളും അടിമിടും ഇതൊക്കെ ആയിട്ട്. നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഫേഷ്യൽ ട്രീറ്റ്മെന്റ്. അപ്പൊ നമ്മള് വേറെ എവിടേക്ക് അല്ല കേട്ടോ, നമ്മള് ത്രെഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കണേ. അപ്പൊ അതാണ് ഞങ്ങൾ രണ്ടുപേരും അധികം മേക്കപ്പ് ഒന്നും ഞങ്ങൾ സിമ്പിളായിട്ട് നാച്ചുറൽ ലുക്ക് അല്ല കേട്ടോ എന്ന് ഇറങ്ങണ ത്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് വന്നേണേ. അപ്പൊ ഇതാട്ടോ ഷോപ്പ്. അപ്പൊ ഇത് ഇതാട്ടോ അമ്മയുടെ സ്കൂളിലേക്ക് ചേച്ചിയുടെ മോള്. അപ്പൊ ഇത് വീണ്ടും തൊട്ടടുത്തായത് കൊണ്ടാട്ടോ നമ്മൾ ഇവിടെ വന്നേ. യൂഷ്വലി നമ്മൾ വേറെ സ്ഥലത്തേക്കാട്ടോ പോവാറ്. ഇതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് സുഖമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അവിടെ അപ്പോഴേക്കും സെറ്റായി അവിടെ ഉള്ളവരൊക്കെ ആയിട്ട് കമ്പനി ആയിട്ട് അവൾ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു. അവളെ കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതേ ഞാൻ ത്രെഡ് ആയിരിക്കുകയാണ്. എനിക്ക് പിന്നെ കുറച്ച് നാൾ മുന്നേ ചെയ്തതുകൊണ്ട് അത്ര അധികം ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. എക്സ്ട്രാസ് ആയിട്ട് എടുക്കാണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ത്രെഡൊക്കെ ചെയ്തു നമ്മൾ വിശേഷമൊക്കെ പറഞ്ഞിരുന്നു.
പിന്നെ ഞങ്ങൾ ഓരോ സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരുന്നു. പിന്നെ അവളേക്ക് വീഡിയോ ഒക്കെ എടുത്തു തന്നു കേട്ടോ. ഞാനിങ്ങനെ ചെയ്യണേൻ്റെ വീഡിയോസൊക്കെ എനിക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ആണെങ്കിൽ സെറ്റായിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുട്ടിയായിട്ട്. പിന്നെ ഇത് അവള് ത്രെഡ് ചെയ്യായിരുന്നു കേട്ടോ. അവളുടെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും നല്ല ഡിഫറൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിക്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്യണ സമയത്ത് അത്ര അധികം അങ്ങനെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടിയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോവാൻ നിൽക്കണം. ജസ്റ്റ് ഒന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ അവർ രണ്ടുപേരും ഉറങ്ങണോണ്ട് കേട്ടോ അമ്മ ഞങ്ങളുടെ അടുത്ത് വേഗം പോയിട്ട് വരാ പറഞ്ഞിട്ട് ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ അടുത്തുള്ളവർക്ക് തന്നെ കേട്ടോ പോയി. അധികം ദൂരമൊന്നും പോയില്ല. പിന്നെ അധികം ടൈമും ഞങ്ങൾക്ക് പുറത്ത് അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. പിള്ളേരുണ്ടല്ലോ, അമ്മയ്ക്ക് രണ്ടുപേരും ഹാൻഡിൽ ചെയ്യെങ്കിലും ഞങ്ങളുള്ളപ്പോൾ നമുക്കൊരു സമാധാനം. ഇതൊക്കെ ചെയ്ത് വന്നുട്ടോ. എനിക്ക് എല്ലായിടത്തും ഓരോ ദിവസം ഓരോ പഹാടുകളാട്ടോ. അപ്പോൾ ഈ തുത്തരാക്ഷിനെ എന്നെ ഇതാക്കിയിട്ട് അവള് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാനും തുത്തരാക്ഷിയും കൂടിയിട്ട് ഇരിക്കാം കേട്ടോ. പിന്നെ എൻ്റെ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെയിലി വ്ളോഗ്സിന് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് നാളായിട്ട് ഭയങ്കര മൂഡ് ഓഫും മടിയായിരുന്നു, കൂടുതൽ വയ്യായിട്ടും മടിയായിട്ടായിരുന്നു കേട്ടോ. എന്താ ചൂട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി കുറച്ച് ദിവസം നമുക്ക് ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ പുറത്ത് പോയി വന്നപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉത്തരാക്ഷമൊക്കെ ഇതാട്ടോ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കണേ ആ കറി. പിന്നെ വഴുതനങ്ങ ഫ്രൈ ഉണ്ട്, മീൻ കറി, മീനിൻ്റെ ചാറ് മാത്രമേ കഴിക്കാറുള്ളൂ. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ രൂപിക്കച്ചാറ്. പോയൊക്കെ വന്നു. പിന്നെ വീണ്ടും ചോറുണ്ടു. അപ്പോൾ ഇത് അമൃതം പൊടി കൊണ്ട് അമ്മ ഉണ്ടാക്കിയ ലഡു കേട്ടോ. ഇതെന്താ നാളികേരൊക്കെയാണ്, നല്ല യമ്മി കേട്ടോ. അപ്പൊ ഇത് ഞങ്ങളെല്ലാരും റെഡി ആയി നിക്കാട്ടോ അമ്പലത്തിൽ പോകാൻ വേണ്ടിട്ട്. അവിടെ 2 എണ്ണം കാട്ടായകള് കാണണം കേട്ടോ. ട്വിൻസ് പോലെയായിട്ടാണ് നടക്കണേ. ഇതാണ് ഇവിടെ 2 എണ്ണത്തിന്റെ പരിപാടി കേട്ടോ. കളേഷോണിയും മാഫിയും പൊണ്ണു അവിടെ പൊണ്ണുവിന്റെ വക ഡാൻസ്. അപ്പൊ ഇത് ഞാനും അമ്മയും അവളും പിള്ളേരും എല്ലാവരും കൂടിയിട്ടാട്ടോ പോണേ. ഇന്ന് ഞങ്ങള് കുറച്ച് വാക്ക് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഇവിടെ വൻ വേഷം കേട്ടോ. എന്ത് ഉന്തിട്ടാ ഇത് ഇവിടെ 2 പേരും ഞങ്ങള് പോവാട്ടോ. ഒക്കെ ഇങ്ങനെ ഉത്തരാക്ഷം ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. അപ്പോ അങ്ങനെ ഞങ്ങള് പോവാട്ടോ. നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് ആണ്. ചൂടെടുത്തിട്ടുണ്ടല്ലോ, പൊള്ളിയിട്ട് സഹിക്കാൻ വയ്യ. അപ്പൊ ഇവിടെ എൻ്റെ അമ്മ 2 പേരും മേക്കുണ്ട് കാണാം കേട്ടോ. ഞങ്ങൾ നടക്കണം അമ്മയുടെ പിന്നാലെ. അപ്പൊ ഞാനും ഇവളും തുത്തുരു കുഞ്ഞിപ്പെണ്ണും കൂട്ടിയിട്ട് പോവാട്ടോ. ഞങ്ങൾ നടക്കാണ്. ഞാൻ സത്യം പറയുകയാണെങ്കിൽ കുറേ കാലങ്ങളായിട്ടോ ഈ അമ്പലത്തിൽ പോയിട്ട്. നീ ആദ്യമായിട്ടില്ല ഇവിടേക്ക്? കാലങ്ങളായിന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങളായിട്ട്. ഇവിടെ തൊട്ടടുത്തുള്ള അമ്പലമാണ്. നമ്മൾ ഇപ്പോഴും തൃശ്ശൂരുള്ള ഒരു അമ്പലത്തിലാണ് പോവാറ്. ഇവിടെ അങ്ങനെ പോവാറില്ല. അപ്പോൾ നമ്മൾ നടന്നിട്ടാട്ടോ പോണേ. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ്. പിന്നെ വേറെ ബാക്കിലൊരു അമ്പലമുണ്ട്. അപ്പോൾ ഈ അമ്പലത്തിൽ കുളമൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും കൂടി കാട്ടിത്തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്തിട്ട് കാണാം. വെറൈറ്റി വ്ളോഗാട്ടോ. അപ്പോൾ വടിയൊക്കെ പിടിച്ചിട്ടാട്ടോ പോണേ. ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെ ഇത് കോക്കുണ്ട്. പൊണ്ണൂനാണെങ്കിൽ പട്ടികളൊക്കെ ആട്ടോ. കുഞ്ഞപ്പ അത് കേട്ടിട്ട് പേടിച്ചു. പൊണ്ണാണെങ്കിൽ പിന്നെ വൈബടിച്ച് നടക്കാണ്. അമ്മേ ഇതിനെ പിടിച്ചോ. നിങ്ങൾ ഇതേവരെ റംബൂട്ടാൻ്റെ പച്ച കണ്ടിട്ടുണ്ട് അതാട്ടോ. പച്ചയായിട്ടുള്ള ഇത് പഴുത്തിട്ടില്ല, കണ്ടില്ലേ? പിന്നെ ഇത് മാങ്ങ ഒക്കെ കാണാത്ത പോലെ പറയണ കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വരെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് അങ്ങോട്ട് പോണത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ വ്ളോഗ്സൊക്കെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതൊരു തറവാട്ടമ്പലം കേട്ടോ. കണ്ടില്ലേ, ഇതൊരു തറവാട്ടമ്പലമാണ്. പിന്നെ കളിക്കൊന്നൊക്കെ ഇവിടെ നിറച്ച് പൂത്ത് കേട്ടോ.
യൂഷ്വലി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, കണിക്കൊന്നൊക്കെ ഉള്ള വീട്ടിലുണ്ടല്ലോ വിഷുവിൻ്റെ സമയമാകുമ്പോൾ എല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ ഇനിയിപ്പോൾ ദേ ഇവിടെ ഈ ഇടവഴിക്കൂടെ പോകണമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഡോഗീസ് ആട്ടോ ഫുള്ള്. അതിൻ്റെ ഇടയ്ക്ക് അവള് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പം ഈ നടന്ന് വരുമ്പോൾ എന്താ പറയുക, വലിയ ചൂടോ കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ആ വീട് ഭയങ്കര വെറൈറ്റി വീടാട്ടോ. ഞാൻ ജസ്റ്റ് അങ്ങോട്ട് നോക്കണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിൽ ഇറങ്ങാത്ത ഞാനാണ് ഇന്ന് അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഇട്ടിട്ട് അവസാനം വിറ്റെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പൂരാണ്, ആറാട്ടുപുഴ പൂരം. ആ ഭാഗത്തുള്ളടത്തെ കാര്യമൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ അമ്പലങ്ങളും അടച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ്. ഇങ്ങനെ എന്താ പറയുക, അമ്പലത്തിൽ പോകാൻ പറ്റിയില്ല. പകുതി എത്തിയിട്ടാണ് ഇത് ഒരറിയുന്ന ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചിയുടെ കൂടെ പോവാണ്. വീട് ഇവിടെ തൊട്ടടുത്താണ്, എന്നാലും വരാട്ടോ. എന്നിതേ മാങ്ങ ജ്യൂസ് അല്ല നമ്മളടിക്കണേ, മാങ്ങ ജ്യൂസ് അടിക്കാൻ പോകട്ടോ. നല്ല പഴുത്ത മാങ്ങയും പഞ്ചസാരയും പാലൊക്കെ കൂടിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് അടിക്കാട്ടോ. അപ്പൊ നമ്മള് നല്ല തണുത്ത പാലൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂടല്ലേ ഇവിടെ. അപ്പൊ നമ്മൾ അതുകൊണ്ട് ഇത് കൊടുക്കുക. അപ്പൊ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ട് ഒരു കുട്ടി വ്ളോഗ് പോലെ എടുത്താണ്. ആദ്യം അടിച്ചടിച്ച് പിന്നെ പാലിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കും. അടിച്ചപ്പോൾ നല്ല അടിപൊളി ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ചും കൂടി പാൽ ആഡ് ചെയ്ത് അപ്പോഴേക്കത് സെറ്റാവും. കട്ട പാലാട്ടോ. അതേ മാംഗോ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി. നല്ലൊരു റിഫ്രഷ്മെന്റ് ആട്ടോ. അപ്പോൾ ഇത് നൈറ്റ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ എടുക്കാൻ മറന്നു. പ്രത്യേകിച്ച് വെറൈറ്റി കറിയായിട്ട് വെണ്ടക്ക അമ്മ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻസ് ഒരു തോരൻ പോലെ. പിന്നെ ഈ പൊണ്ണുബാബി ഇവിടെ ഫുൾ ഭയങ്കര ഗെയിമും കളിയും കാര്യങ്ങളൊക്കെയാണ്. അവൻ്റെ കാർസുമായിട്ടാട്ടോ. കാർസില്ലാണ്ട് വേറെ പൊണ്ണുബാബിക്ക് വേറെ പണിയോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് ഞാൻ ലൈറ്റായിട്ട് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ആണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ ഈ പ്രഗ്നൻസി ടൈമിലുള്ള ഫേസിലത്തെ ഡാർക്ക്നെസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരെണ്ണം ഞാൻ ഇടുന്നതായിരിക്കും. ഇനി ഞാൻ അപ്പോൾ ഇതാട്ടോ നമ്മുടെ പൊണ്ണുഭാവിയും അമ്മാമ്മയും കൂട്ടിയിട്ട് കാട്ടിക്കൂട്ടണ ഓരോ കാര്യങ്ങൾ. അപ്പം അമ്മ ഭയങ്കര ഫോൺ കോളിലൊക്കെ ആട്ടോ. അപ്പോൾ അമ്മ അച്ഛനെ വിളിച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പൊണ്ണുഭാബിയാണെങ്കിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന് ഉറക്കാൻ വന്നിട്ട് സഹിക്കാൻ പറ്റാണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ ഷൊത്ത് പൊണ്ണുഭാബി കണ്ടൊരു കാറും കയ്യിൽ പിടിച്ചിട്ടായിട്ട് ഉറങ്ങാൻ. അതിനൊരു കാറും കുറച്ച് ടോയ്സൊക്കെ കിട്ടിയ അതിൻ്റെ സന്തോഷമായിട്ട്. ഇന്നാണെങ്കിൽ നെറ്റീമ് ചൂടാൻ നിൽക്കുന്ന സമയത്ത് തലക്കടിച്ചിട്ട് ഒരു മുഴ പോലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ പൊണ്ണുഭാബിക്കൊക്കെ. ഈ അമ്മ തിരിച്ച് കിടത്താട്ടോ. പാവൻ്റെ പൊണ്ണുബാബീനെ നമുക്ക് മുഖത്ത് ഫുള്ള് മാന്തും കുത്തും വരെയൊക്കെയാണ്. അവിടെ ഒരു കുഞ്ഞൊരു മുഴ പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തലതായിട്ട് മാറും അങ്ങനെ. അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോ. ഞാൻ കൂടുതൽ വെറുപ്പിക്കുന്നില്ല. അപ്പം ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. കാറും കെട്ടിപ്പിടിച്ച് കിടക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ബൈ.